ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളസിക്കതിരൊക്കെ പൊട്ടിച്ചുകൊണ്ടെന്ന് കസേരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. അപ്പം ചേട്ടൻ്റെ നനയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കറികൾക്കുള്ള കാര്യങ്ങൾക്ക് നോക്കാനായിട്ട് വന്നു. പൈനാപ്പിൾ കറി വെക്കുക എന്നാണ് വിചാരിച്ചു. എന്നാണ് പൈനാപ്പിൾ പിച്ചടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി തൊലി ചെത്താണ്. ഒരു കുഞ്ഞ് കഷ്ണം മുറിച്ചു കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. പൈനാപ്പിളും പേരയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നാണ്. അപ്പോൾ പൈനാപ്പിൾ കണ്ട വഴിക്ക് പിന്നെ തൈര് കൂട്ടി പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൈനാപ്പിൾ പച്ചക്ക് കഴിക്കുമ്പോഴേ വായലൊക്കെ ഇത്തിരി ചൊറിയുന്ന പോലെ തോന്നാറുണ്ട്. കറി വെച്ച് കഴിക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നാറുമില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇവിടെ ഇരുന്ന് ചെത്താമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ എനിക്ക് ആ തൊലി അങ്ങനെ തന്നെ വേസ്റ്റ് ചേട്ടൻ കൊണ്ട് കളഞ്ഞു. രാവിലെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കരയുമ്പോൾ ചേട്ടൻ പറയും വേസ്റ്റ് അവർ ഭക്ഷണത്തിനാണ് വിളിക്കുന്നത്, നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം വേസ്റ്റ് കൊണ്ട് കളഞ്ഞു. അത് കാരണം ഇനി ആ വേസ്റ്റ് മാത്രം കഴുകി വെച്ച് കാരണം ഇനി അതിലേക്ക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പണികളൊക്കെ എടുക്കാൻ. എല്ലാം ചേട്ടനെയും കാണാം, നാട്ടുകാർ എന്താ പറയുക, റോഡിനും കിളികളും ഒക്കെ കൂടി ഒരു ശബ്ദത്തോട് കൂടിയിട്ട് അതൊക്കെ കാണാം. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ പണികളൊക്കെ എടുക്കാം. ഇത് നല്ല മൂടി കിട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഇന്നും നല്ല രസമാണ് ഇവിടെ. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉഷ്ണമൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഇളം വെയിലൊക്കെ കൊള്ളാം. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഭാഗം ഭയങ്കര, എൻ്റെ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ. ബാക്ക് ഏരിയയിൽ അത്ര സുഖമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഏരിയയിൽ വന്നിരുന്ന് വർത്തമാനം പറയാനും, രാവിലെ ആയാലും ഉച്ചയ്ക്ക് ആയാലും ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയാനും ഒക്കെ നമുക്ക് രസം ഈ ഫ്രണ്ട് വ്യൂ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ അത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കും കേട്ടോ. ഒരുപാട് ചെറിയ പീസസ് ആക്കില്ല. എനിക്ക് ഇങ്ങനെ കടിക്കാൻ കറികളിൽ കറികളിൽ എന്തായാലും കഷ്ണങ്ങൾ വേണം എനിക്ക്. ഞാൻ എവിടെ ചെന്നാലും ഇപ്പം ഫുഡ് കഴിക്കാനും കുറച്ച് കഷ്ണങ്ങൾ ഇട്ടോളാം. കഷ്ണം ഉണ്ടോ, വെണ്ടക്കായ ഉണ്ടോ, മുരിങ്ങക്കായ ഉണ്ടോ, എന്ത് കഷ്ണമായാലും എനിക്ക് ചാറിലത്തെ കഷ്ണം കഴിച്ച് ഭക്ഷണം കഴിക്കും ഭയങ്കര. എൻ്റെ പൈനാപ്പിൾ പിച്ചടി ഒത്തിരി ഫേമസ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. എൻ്റെ ചേട്ടനായാലും എല്ലാവർക്കും, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം. ചിലവർക്ക് ഓരോരോ കറികൾ ഉണ്ടാവുകയായിരിക്കും. ചേട്ടൻ്റെ ഓഫീസിലൊക്കെ ഈ കറി കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൈനാപ്പിൾ പിച്ചടി ഭയങ്കര സംഭവമാണ്, വൻ സംഭവം. കഷ്ണങ്ങൾ നുറുക്കുണ്ടെങ്കിലും ചേട്ടനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. സിറ്റിയിൽ ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, മൊബൈൽ നോക്കുന്നുണ്ട്. അപ്പം ടി വിയും വെച്ചിട്ടുണ്ട്, എല്ലാം കൂടിയിട്ടാണ്. അപ്പം ഞാനത് ഇരുന്ന് എനിക്ക് കൂട്ടുമുണ്ട്. അപ്പം അങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കി അതിന് ശേഷം ഞാൻ മീൻ നന്നാക്കാൻ വന്നിരിക്കുമ്പോൾ, ഇത് പഴയ ചുരിദാറാണ്, അപ്പം നള്ളിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിട്ടുകൊണ്ട് ഞാൻ കുറച്ച് മീനൊക്കെ നന്നാക്കി റെഡിയാക്കിയിട്ട് വയ്ക്കും. അത് എനിക്ക് മറ്റേ ഡ്രസ്സ് ഞാൻ ഇട്ട് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മീനൊക്കെ, അതായത് നമ്മുടെ എന്താ പറയുക, പരലല്ല വയമ്പായിരുന്നു കിട്ടിയിരുന്നത്. വയമ്പ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇരുമ്പാമ്പുളി റെഡിയായി എന്ന് വിചാരിച്ചിട്ടാണ് ആശാൻ അത് മേടിച്ചു കൊണ്ടുവന്നത്. ഇരുമ്പാമ്പുളി റെഡി ആയിട്ടില്ല, കുറച്ചും കൂടി വലുതാവാനുണ്ട്. അടുത്ത വീട്ടിൽ കാണുന്നുണ്ട്, പക്ഷെ പറമ്പിലേക്ക് കടക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അവർ പുറത്ത് കാണാത്തത് കൊണ്ടും എനിക്ക് ഇരുമ്പാമ്പുളിയോട് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇരുമ്പാമ്പുളി ഇട്ടിട്ടല്ല ഇന്ന് കറി വയ്ക്കാൻ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പൈനാപ്പിൾ പിച്ചടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു മീൻ വറുക്കണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മീൻ വറുക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. രാവിലെ മീൻ നന്നാക്കിയിരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല രാവിലെ മീൻ നന്നാക്കാൻ. എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ കൂടി കൂടുതലുണ്ട്. കാരണം ഏട്ടൻ്റെ ഓഫീസ് ടൈം 9:30 to 5:30 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അരമണിക്കൂർ കൂടി കൂടുതൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീൻ നന്നാക്കൽ ഇന്ന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതന്നെ എന്നും രാവിലെ മീൻ നന്നാക്കാതിരിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ മീൻ തന്നെ ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ളത് മീനുണ്ട്. അപ്പോൾ അത് കുറച്ച് മാറ്റി വച്ചിട്ടാണ് ഞാൻ വറുക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. 2 ദിവസത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എടുത്തുകൊണ്ടിട്ട് ഇന്നേക്ക് വറുക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കും കേട്ടോ. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. പിന്നെ നമുക്കിത് തണുത്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, തണുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ തണുപ്പ് കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കും. വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ചേർക്കും. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കും. പിന്നെ എനിക്കിപ്പോൾ ഒത്തിരി ഉപ്പൊക്കെ കൂടുതലാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു.
കാരണം എനിക്ക് എൻ്റെ ഇത്തിരി ഫേസിലൊക്കെ കുറച്ച് ചീർമതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ചീർമത എൻ്റെ മുഖത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ ഈ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്ന മുഖം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ തടി വെച്ചതാ തടി വയ്ക്കുന്നുണ്ട്, അതൊക്കെയാണ്, പക്ഷെ മുഖം ചീർത്തിട്ട് വരുന്നു, അത് ഉപ്പിൻ്റെ അംശം കൂടുതലാണെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ നാളികേരം പൊട്ടിക്കുമ്പോൾ പൂച്ചയുടെ പോലെ ഞാൻ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് വേണം എന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാൻ എൻ്റെ ഷോയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അതാണ് കാണുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഇതിൻ്റെ ഷോയാണ്. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും പൈനാപ്പിളൊക്കെ വെന്ത് റെഡിയായിട്ട് കുക്കറിൽ വേവിച്ചതൊക്കെ റെഡിയായി സെറ്റായിട്ട് ഉപ്പും ഞാൻ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഉപ്പ് ലാസ്റ്റ് ഇടുകയുള്ളൂ. അങ്ങനെ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം നാളികേരം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജീരകവും കടുകും നാളികേരമൊക്കെ കൂടി അരച്ചിട്ട് ചേർത്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കലക്കി അവിടെ അങ്ങ് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് മാറ്റി വയ്ക്കല, അടുപ്പിലേക്ക് വെക്കാം, ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ അത് തിളച്ച് റെഡിയായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആ കുക്കറൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊന്ന് ഞാൻ ചേർത്ത് വെക്കണതാണ് കേട്ടോ. അപ്പോഴാണ് പുറത്ത് ആരോ വന്ന ശബ്ദം ഞാൻ കേൾക്കണത്. തേപ്പുകാരൻ വന്നാ അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ എത്തി. അപ്പോഴേക്കും കൂട്ടാനൊക്കെ തിളയ്ക്കാൻ പാടില്ല, അത് ചെറുതായിട്ട് ചൂട് വന്നൊരു പോളം വരെ പാടല്ലോ. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ഇറക്കി വെച്ചു. അപ്പോഴേക്കും ഇഡ്ഡലി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ഇന്ന് രാവിലേക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷെ ചട്നി ഒന്നും അരയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയി, ഇന്ന് രാവിലെ കറണ്ട് പോയി. അപ്പോൾ ആ കറണ്ട് ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇഡ്ഡലിക്കൊക്കെ ഉള്ളത് ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട്, അത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അത്. എന്നിട്ട് കാലുമ കൊള്ളാണ്ട് എൻ്റെ മേല് കൊണ്ടിട്ടുണ്ട്, കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്, കാല് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കുറച്ച് ടാസ്ക്കുള്ള പരിപാടികളാണ് അതൊക്കെ. അങ്ങനെ ഞാൻ വേഗം കൂട്ടാൻ കാച്ചാനുള്ള പരിപാടിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ പിച്ചടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുക് ഇട്ടു, അതുപോലെ ഉലുവിട്ടു, കുറച്ച് കടുക് ഇട്ടു, പിന്നെ അതുപോലെ ഉലുവി ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് നല്ലപോലെ പതറി വരുമ്പോൾ പൊട്ടിപ്പതറി വരുന്ന സമയത്ത് നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് അതങ്ങ് സെറ്റാക്കി വെക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളിയും മുളക് പൊടിയും ചേർത്തിട്ട് നമ്മുടെ ഞാൻ ചെറുപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുപ്പയർ കൂട്ടാനെടുത്ത് കാച്ചി സെറ്റാക്കി വെക്കും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കറണ്ട് പോക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.